എപ്പിക് ലൈബ്രറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ലോഗോസ് ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ 7ാമത്തെ വീഡിയോയാണിത്. മുൻ ഭാഗങ്ങളുടെ പ്ലേലിസ്റ്റുകൾ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ റൂത്തിന്റെ പുസ്തകവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളുടെ ഒരു PDF സ്റ്റഡി ബുക്കിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു. ഓരോ ഭാഗങ്ങൾ പൂർത്തിയാകുന്നതിനനുസരിച്ച് ലഭ്യമാക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു എപ്പിക് ലൈബ്രറി. സാമുവലിന്റെ പുസ്തകം ആമുഖവുമായി ബന്ധപ്പെട്ട 30 ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. അവസാനത്തെ ന്യായാധിപൻ ആരായിരുന്നു? ഉത്തരം സാമുവൽ. ചോദ്യം 2. സാമുവലിന്റെ കാലം മുതൽ ദാവീദിന്റെ ഭരണത്തിന്റെ അവസാനം വരെയുള്ള ചരിത്രം ഉൾക്കൊള്ളുന്ന ഗ്രന്ഥം ഏതാണ്? ഉത്തരം 1ഉം 2ഉം സാമുവൽ. ചോദ്യം 3. 1ഉം 2ഉം സാമുവൽ, 1ഉം 2ഉം രാജാക്കന്മാർ എന്നീ പുസ്തകങ്ങൾ ചേർന്ന് 1 മുതൽ 4 വരെ രാജാക്കന്മാർ എന്ന പേരിൽ പ്രത്യക്ഷപ്പെടുന്നത് എവിടെയാണ്? ഉത്തരം ഗ്രീക്ക് പരിഭാഷയിലും ചില ആധുനിക വിവർത്തനങ്ങളിലും. ചോദ്യം 4. മറ്റു ജനതകളുടേതുപോലെ ഒരു ഡാഷ് ഉണ്ടായാൽ തങ്ങൾക്ക് സമാധാനവും ഐശ്വര്യവും ലഭിക്കുമെന്ന് ജനം പ്രതീക്ഷിച്ചു. പൂരിപ്പിക്കുക. ഉത്തരം രാജാവ്. ചോദ്യം 5. സാമുവലിന്റെ കാലത്ത് ജനത്തിന് സ്വീകാര്യമാകാതിരുന്നത് എന്താണ്? ഉത്തരം സാമുവലിന്റെ പുത്രന്മാരുടെ നേതൃത്വം. ചോദ്യം 6. മറ്റു ജനതകളുടേതുപോലെ ഒരു രാജാവുണ്ടായാൽ തങ്ങൾക്ക് എന്ത് ലഭിക്കുമെന്നാണ് ജനം പ്രതീക്ഷിച്ചത്? ഉത്തരം സമാധാനവും ഐശ്വര്യവും. ചോദ്യം 7. കർത്താവല്ലാതെ മറ്റൊരു രാജാവ് ആവശ്യമില്ല എന്ന അഭിപ്രായമുണ്ടായിരുന്നത് ആർക്കാണ്? ഉത്തരം സാമുവലിന്. ചോദ്യം 8. സാമുവലിന് കർത്താവിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം എന്താണ്? ഉത്തരം ജനഹിതമനുസരിച്ച് പ്രവർത്തിക്കാൻ. ചോദ്യം 9. സാവൂളിനെ രാജാവായി അഭിഷേകം ചെയ്തത് ആരാണ്? ഉത്തരം സാമുവൽ. ചോദ്യം 10. സാമുവൽ സാവൂളിനെ രാജാവായി അഭിഷേകം ചെയ്തതായി പറഞ്ഞിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗം ഏത്? ഉത്തരം 1 സാമുവൽ 10:1. ചോദ്യം 11. സാവൂൾ തിരസ്കൃതനായത് എന്തുകൊണ്ടാണ്? ഉത്തരം ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചതിനാൽ. ചോദ്യം 12. സാമുവൽ ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്തതായി പറഞ്ഞിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥ ഭാഗം ഏത്? ഉത്തരം 1 സാമുവൽ 16:13. ചോദ്യം 13. ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്തത് ആരാണ്? ഉത്തരം സാമുവൽ. ചോദ്യം 14. സാവൂൾ മരിച്ചത് ആരുമായുള്ള യുദ്ധത്തിലാണ്? ഉത്തരം ഫിലിസ്തീയർ. ചോദ്യം 15. സാവൂൾ മരണപ്പെട്ടത് എങ്ങനെയാണ്? ഉത്തരം സ്വന്തം വാളിൽ വീണ്. ചോദ്യം 16. ദാവീദ് പരസ്യമായി അഭിഷിക്തനായത് എവിടെ വെച്ചാണ്? ഉത്തരം ഹെബ്രോണിൽ. ചോദ്യം 17. ദാവീദ് ഹെബ്രോണിൽ ഭരിച്ചത് എത്ര വർഷമാണ്? ഉത്തരം 7 വർഷം. ചോദ്യം 18. 7 വർഷത്തിനു ശേഷം ദാവീദ് തലസ്ഥാനം മാറ്റിയത് എവിടെ നിന്ന് എവിടേക്കാണ്? ഉത്തരം ഹെബ്രോണിൽ നിന്ന് ജെറുസലേമിലേക്ക്. ചോദ്യം 19. ദാവീദിന്റെ ഭരണകാലം എത്ര വർഷമായിരുന്നു? ഉത്തരം 40 വർഷം. ചോദ്യം 20.
ദാവീദിന്റെ സിംഹാസനം തട്ടിയെടുക്കാൻ ശ്രമിച്ച ഇഷ്ബാൽ ആരുടെ പുത്രനായിരുന്നു? ഉത്തരം സാവൂളിന്റെ. ചോദ്യം 21. സിംഹാസനം തട്ടിയെടുക്കാൻ ശ്രമിച്ച ദാവീദിന്റെ പുത്രൻ ആരാണ്? ഉത്തരം അബ്സലോം. ചോദ്യം 22. ദാവീദ് പരാജയപ്പെടുത്തിയ ബാഹ്യശക്തികൾ ആരൊക്കെയാണ്? ഉത്തരം ഫിലിസ്തീയർ, അമലേക്കിയർ, മോവാബ്യർ, ഏദോമ്യർ. ചോദ്യം 23. ഇസ്രായേലിൽ ഐശ്വര്യം കൈവന്നപ്പോൾ ദാവീദ് ആഗ്രഹിച്ചത് എന്താണ്? ഉത്തരം കർത്താവിന് ഒരാലയം പണിയാൻ. ചോദ്യം 24. കർത്താവിനൊരു ആലയം പണിയാനുള്ള ദാവീദിന്റെ ആഗ്രഹം കർത്താവ് വിലക്കിയത് ആരു വഴിയാണ്? ഉത്തരം നാഥാൻ പ്രവാചകൻ വഴി. ചോദ്യം 25. നാഥാൻ പ്രവാചകൻ വഴി കർത്താവ് നൽകിയ വാഗ്ദാനം എന്തായിരുന്നു? ഉത്തരം ദാവീദിന്റെ സിംഹാസനം എന്നും നിലനിൽക്കും. ചോദ്യം 26. ഊറിയായുടെ ഭാര്യയായ ബത്ശബായെ സ്വന്തമാക്കാൻ ദാവീദ് കാട്ടിയ വൻ ചതിയെ ശക്തമായി വിമർശിച്ചത് ആരാണ്? ഉത്തരം നാഥാൻ പ്രവാചകൻ. ചോദ്യം 27. ഊറിയായുടെ ഭാര്യയെ ചതിയിലൂടെ സ്വന്തമാക്കിയത് നാഥാൻ പ്രവാചകൻ വിമർശിച്ചപ്പോൾ തന്റെ തെറ്റ് മനസ്സിലാക്കിയ ദാവീദ് അനുതപിച്ചതായി പറഞ്ഞിരിക്കുന്ന സങ്കീർത്തന ഭാഗം ഏതാണ്? ഉത്തരം സങ്കീർത്തനം 51. ചോദ്യം 28. ദാവീദിന് ബത്ശബായിൽ ജനിച്ച പുത്രൻ ആരാണ്? ഉത്തരം സോളമൻ. ചോദ്യം 29. ദാവീദ് ദൈവഹിതത്തിന് വിരുദ്ധമായി എന്തു ചെയ്തതിനെ തുടർന്നാണ് മഹാമാരി ഉണ്ടായത്? ഉത്തരം ജനസംഖ്യ എടുത്തു. ചോദ്യം 30. ദൈവഹിതത്തിന് വിരുദ്ധമായി ജനസംഖ്യ എടുത്തതിന് ശിക്ഷയായി വന്ന മഹാമാരിയിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയുമായി ദാവീദ് ബലിയർപ്പിക്കുന്നതായി പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? ഉത്തരം സാമുവൽ 2-ാം പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത്. 2026 ലോഗോസ് ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ 7ാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗവുമായി ഉടൻ തന്നെ മടങ്ങി വരാം. എല്ലാവർക്കും നന്ദി.